കല്യാണരാത്രിയിൽ മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ എ സർട്ടിഫിക്കറ്റ് ചിത്രമായ കല്യാണരാത്രിയിൽ റിലീസ് ചെയ്തത് 1966 ജൂലൈ 15-നാണ്. ഭാർഗവീ നിലയത്തിൽ നായികയായി വിജയിച്ച വിജയ നിർമ്മല ഇതിലും നായികയായി. തിരക്കഥയും സംഭാഷണവും എസ്. പുരം സദാനന്ദൻ. 1964 മണവാട്ടി എന്ന ചലച്ചിത്രത്തിന് ശേഷം രാജ് മാത്യു തങ്കം മൂവീസ് നിർമ്മിച്ച ചിത്രമായിരുന്നു ഇത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. പാടിയവർ എസ്. ജാനകി, എൽ.ആർ. ഈശ്വരി, പി. ലീല, പി. ജയചന്ദ്രൻ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രേംനസീർ, രാജൻ; വിജയ നിർമ്മല, രാധ; ടി. എസ്. മുത്തയ്യ, കെ. ബി. നായർ; കൊട്ടാരക്കര, പി. കെ. മേനോൻ; ഫിലോമിന, മാധവിയമ്മ; അടൂർ ബാസി, ഡ്രൈവർ അപ്പുക്കുട്ടൻ; ലത, ലീല. കൂടാതെ മുതുകുളം പറവൂർ ഭരതൻ, കടവുകക്കുളം സച്ചു, എൻ. സരോജ എന്നിവരും അഭിനയിച്ചു. സംവിധാനം എം. കൃഷ്ണൻ നായർ. ഇതിലെ കഥ: ഹോട്ടൽ ഹിൽ പാലസ്. പടിഞ്ഞാറൻ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഉടമസ്ഥൻ പി. കെ. മേനോനാണ്. മേനോൻ്റെ വളർത്തുമകളാണ് ലീല. ലീലയ്ക്ക് ഹോട്ടലിൽ വരുന്ന വിശിഷ്ട അതിഥികളുടെ മുന്നിൽ മാദക നൃത്തം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കലാണ് ജോലി. അവൾക്ക് മേനോനിൽ നിന്ന് പോലും ലഭിക്കുന്നത് ക്രൂരമായ അനുഭവങ്ങളാണ്. ഹൈറേഞ്ചിലെ ഒരു പ്രധാന എസ്റ്റേറ്റ് ഉടമയാണ് കെ. ബി. നായർ. നായരും മേനോനും സുഹൃത്തുക്കളുമാണ്. നായരുടെ മൂത്ത സഹോദരിയാണ് വിധവയായ മാധവിയമ്മ. അവർക്കൊരു മകളുണ്ട്, രാധ. ഈ മാധവിയമ്മയിൽ നിന്നും രാധയിൽ നിന്നുമാണ് ലീലയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത്. മദിരാശിയിൽ നിന്നും ഡോക്ടർ കൈമളിൻ്റെ ഒരു ശുപാർശ കത്തുമായി രാജഗോപാൽ എന്ന യുവാവെത്തി. കൈമളിൻ്റെ ശുപാർശയിൽ കെ. ബി. നായർ തൻ്റെ എസ്റ്റേറ്റിൽ മാനേജരായി. അയാൾക്ക് ജോലി നൽകി. മദിരാശിയിൽ ഒന്നിച്ചു പഠിച്ചവരായിരുന്നു രാധയും രാജഗോപാലും. അയാൾ ഇവിടെ എത്തിയതോടെ പഴയ പരിചയം പുതുക്കപ്പെട്ടു. വെള്ളിയാഴ്ചകൾ തോറും ഒരു പ്രേതം അർദ്ധരാത്രിയിൽ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ടത്രേ. ഭീകര പ്രവൃത്തികൾ ചെയ്യുന്ന പ്രേതത്തെക്കുറിച്ച് കേട്ടറിവിനപ്പുറം രാജൻ 2 പ്രാവശ്യം പ്രേതത്തെ നേരിട്ട് കാണുകയും ചെയ്തു. അകാല ചരമമടഞ്ഞ നായരുടെ ഭാര്യയുടെ പ്രേതമാണെന്ന് ഡ്രൈവർ അപ്പുക്കുട്ടൻ പറഞ്ഞു. അതേപോലെ ലീല മേനോൻ്റെ സ്വന്തം മകളല്ലെന്നും വളർത്തുമകളാണെന്നും അയാൾ അറിഞ്ഞു. അവളുടെ ദുരിതങ്ങൾ അറിഞ്ഞ അയാൾ അവൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. രാധയും രാജനും പ്രണയബദ്ധരായി. മാധവിയമ്മ ഇതറിഞ്ഞു. എന്നാൽ തങ്ങളുടെ കുടുംബത്തിലെ ഒരു ശമ്പളക്കാരന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ താൽപ്പര്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ജോലി ഉപേക്ഷിച്ച് സ്ഥലം വിടുവാനും രാജനോട് പറഞ്ഞു. എന്നാൽ ഒരു നാൾ മാധവിയമ്മയുടെ ഭാവം മാറി. രാജന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നായി. അതിന് കാരണമായി മാറിയത് രാജൻ്റെ അച്ഛൻ്റെ ഫോട്ടോ മാധവിയമ്മ കണ്ടതാണ്. രാജൻ്റെയും രാധയുടെയും വിവാഹം നായർ മാധവിയമ്മയുടെ നിർബന്ധപ്രകാരം നടത്തിക്കൊടുത്തു. ലീലയ്ക്കും സന്തോഷമായി. രാജന് നായരുടെയും മേനോൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നി. കല്യാണ രാത്രിയിൽ തന്നെ നായരുടെ അറ പരിശോധിക്കാൻ രാജൻ തീരുമാനിച്ചു. രാധ ഉറക്കത്തിലാണ്. ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് രാജൻ അറയുടെ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ രാധയുടെ അലറിക്കരച്ചിൽ കേട്ടു. തിരിച്ചെത്തിയപ്പോൾ രാധയുടെ മുറിയിൽ നിന്നും ഓടിമറയുന്ന പ്രേതത്തെയാണ് കണ്ടത്. രാജൻ പ്രേതത്തെ പിന്തുടർന്നു. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സാഹസികമായി നീങ്ങി. ശൂന്യമായ ഒരു കെട്ടിടത്തിലേക്ക് പ്രേതം കയറി. പിന്നാലെ രാജനും. പ്രേതത്തോടൊപ്പം രഹസ്യ വഴിയിലൂടെ അറയിലെത്തിയ രാജൻ അറിഞ്ഞത് നായരുടെയും മേനോൻ്റെയും കൊലപാതക കാര്യങ്ങളും കള്ളനോട്ട് കൈമാറ്റലും ആയിരുന്നു. രാജനെ കൊന്നുകളയാൻ നായർ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിറ്റേന്നും പ്രേതത്തെ കണ്ട രാജൻ പിന്തുടർന്നു പിടികൂടി. അത് ഡ്രൈവർ അപ്പുക്കുട്ടനായിരുന്നു. കൂട്ടത്തിൽ ചില യാഥാർത്ഥ്യങ്ങളും രാജൻ അറിഞ്ഞു. താൻ നായരുടെ ജ്യേഷ്ഠൻ്റെ മകനാണെന്നും ലീല തൻ്റെ സഹോദരിയാണെന്നും മനസ്സിലാക്കി. തങ്ങളുടെ സ്വത്തുക്കൾ അപഹരിക്കാൻ അച്ഛനെ നായർ വധിച്ചതാണെന്നും അയാൾ അറിഞ്ഞു. നായരും രാജനും തമ്മിൽ സംഘട്ടനം നടന്നു. നിയമപാലകരുടെ കയ്യിൽ പെടാതെ ഓടി നായർ ഗർത്തത്തിൽ വീണു മരിച്ചു. അനുയായികൾ കീഴടങ്ങി. തനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം രാജന് ലഭിച്ചു.